Hello, hi my viewers, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രോ ബാഗ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഗ്രോ ബാഗിൽ ചെടി വളർന്നു വലുതായി അത് നശിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിനെ പറിച്ചു കളഞ്ഞതിന് ശേഷം ആ ഒരു പോട്ടിൽ തന്നെ നമ്മൾ പുതിയൊരു പ്ലാന്റ് അങ്ങനെ വെച്ച് കൊടുക്കുന്നു. അപ്പം ആ ഒരു പ്രവണത തെറ്റായതാണ്. നമ്മൾ ഒരു ഗ്രോ ബാഗിൽ ചെടി നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചെടിയെ പറിച്ചു കളഞ്ഞതിന് ശേഷം റീപോർട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളൊരു പ്ലാന്റിനെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗ്രോ ബാഗ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ നമ്മുടെ വീഡിയോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്രോ ബാഗ് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കരിയില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രോ ബാഗ് ഡയറക്റ്റായിട്ട് തന്നെ ഈ ചാണകപ്പൊടിയിലോട്ട് അങ്ങ് കൊട്ടിക്കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു കുഴി പോലെ ഉണ്ടാവും. ആ രണ്ട് സൈഡിലും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കൊട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സോയിൽ നന്നായിട്ട് നനഞ്ഞിരിക്കുന്നതുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതിവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയത്ത് നനഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്രോ ബാഗ് ഇങ്ങനെ മണ്ണൊക്കെ നനഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പൊടി ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ സോയിൽ കിട്ടാറുള്ളത്. അപ്പോൾ ഇതിനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പഴയ ഗ്രോ ബാഗിലുള്ള മണ്ണിൽ എന്തെങ്കിലും റൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. കാരണം നമ്മൾ പഴയ ചെടിയുടെ റൂട്ട്സൊക്കെ ആയിരിക്കും. അപ്പം ഇതിൽ അത്ര തന്നെ റൂട്ട്സ് പിടിക്കാത്ത ഒരു പ്ലാന്റാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യമായിട്ട് റൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ റൂട്ട്സൊക്കെ പഴയ ചെടിയുടെ റൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് ഈ ചാണകപ്പൊടിയായിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സെയിം ഗ്രോ ബാഗിൽ തന്നെയാണ് കേട്ടോ ഇനി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഗ്രോ ബാഗിൽ ചെളിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഈ കരിയില എല്ലാം തന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു സോയിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്ന ടൈമിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കരിയില ഇട്ടതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഈ ഒരു സോയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 3/4 ഭാഗത്തോളം ഈ ഒരു സോയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു വിത്ത് പാകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഓൾറെഡി എൻ്റെ കുറച്ച് ഗ്രോ ബാഗ്സിൽ ഞാൻ വിത്തൊക്കെ പാകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് തൈകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തൈ ഞാൻ ഇത് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞ മുളകിൻ്റെ തൈയാണ്. അപ്പോൾ നമ്മളൊരു ഗ്രോ ബാഗിൽ ഒരൊറ്റ തൈ മാത്രം വെച്ച് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരുപാട് തൈകൾ മുളച്ച് നിൽക്കുന്നുണ്ട്. കുറേ ഗ്രോ ബാഗിലും താഴത്തൊക്കെ ആയിട്ട് ഞങ്ങൾ നട്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ബാക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ 2 തൈയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറ്റ തൈയാണ് സാധാരണ നമ്മൾ വെച്ച് കൊടുക്കാറുള്ളത്. ഇപ്പോൾ 2 തൈ ഉള്ളത് കൊണ്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിനൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ മഴയുള്ള ടൈമിലാണെങ്കിലും മഴയില്ലാത്ത ടൈമിലാണെങ്കിലും ഞാൻ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നനച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ വേറെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഈ മുളകൊക്കെ. അപ്പോൾ ഇതൊക്കെ വിത്ത് പാകി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് പയറിൻ്റെ വിത്താണ്. നമ്മളൊരു 3-4 എണ്ണം പാവും, അപ്പോൾ ഒരു 2 എണ്ണം മുളയ്ക്കും, അങ്ങനെയൊക്കെ. ഇത് വെണ്ടയുടെ വിത്ത് പാകിയതാണ്. അപ്പോൾ 2 എണ്ണം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനിയും 2-3 ദിവസത്തിനുള്ളിലൊക്കെ മുളയ്ക്കുമായിരിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ മുളകിൻ്റെ തൈകൾ പാകിയിട്ടുള്ളത് ഇതാ ഒരുപാട് മുളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് വെള്ളച്ചീനി. അപ്പോൾ നമ്മളൊരു 2-3 ഇലയൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വേറൊരു പോട്ടിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഗ്രോ ബാഗ് നമ്മളിപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഗ്രോ ബാഗിന് ഒരു 7 വർഷങ്ങളൊക്കെ അതിൻ്റെ കാലാവധികൾ നമുക്ക് കേട് വരാതെ നമുക്കത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വളങ്ങൾ
നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഗ്രോ ബാഗിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇങ്ങനെ കുറേ തക്കാളി പയറൊക്കെ പാകിയിട്ട് ഒരുപാട് ഇവിടെ വിത്തൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രോ ബാഗ് നമ്മൾ റീപോർട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും നമുക്ക് അധികം ചിലവൊന്നുമില്ലാതെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മൺചട്ടികളും അതുപോലെ സിമെൻറ്റ് പോട്ടൊക്കെ വാങ്ങിയിട്ട് അതിലൊക്കെ ഇതുപോലെ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചട്ടികളൊക്കെ പൊട്ടിപ്പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഗ്രോ ബാഗ് നമ്മൾ ഈ റീപോർട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഒരുപാട് വർഷങ്ങളായിട്ടും കേടുപാടുകൾ പറ്റാതെ നമുക്ക് ഗ്രോ ബാഗുകൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ നിറയെ മുളകുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയും കുറേ ഗ്രോ ബാഗുകളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതൊക്കെ ടെറസിലും അങ്ങനെ ഓരോരോ സ്പേസിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ മണ്ണിൽ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. കുമ്പളം, വെള്ളരി, മത്തങ്ങ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ അമ്മ വെച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഇനി ഓരോ കയറ് അങ്ങനത്തെ കാല് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ പടർന്ന് കയറിക്കോളും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വലുതായി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.